വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രധാന കൃതികളും അവയിലെ കഥാപാത്രങ്ങളും. ബാല്യകാലസഖി ബഷീറിന്റെ ഒരു പ്രധാന കൃതിയാണ് ബാല്യകാലസഖി. മജീദും സുഹറയുമാണ് ബാല്യകാലസഖിയിലെ പ്രധാന കഥാപാത്രങ്ങൾ. പാത്തുമ്മയുടെ ആട് ബഷീറിന്റെ സ്വന്തം വീടും കുടുംബാംഗങ്ങളുമാണ് ഈ കൃതിയിലെ പശ്ചാത്തലം. പാത്തുമ്മയും ആടുമാണ് ഈ കൃതിയിലെ പ്രധാന കഥാപാത്രങ്ങൾ. "ന്റുപ്പുപ്പാക്കൊരാന ഉണ്ടായിരുന്നു" കുഞ്ഞു പാത്തുമ്മയും നിസാർ അഹമ്മദുമാണ് "ന്റുപ്പുപ്പാക്കൊരാന ഉണ്ടായിരുന്നു" എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രങ്ങൾ. മതിലുകൾ ബഷീറിന്റെ കൃതികളിൽ സിനിമയാക്കിയ ഒരു കൃതിയാണ് മതിലുകൾ എന്നത്. ബഷീറും നാരായണിയുമാണ് ഈ കൃതിയിലെ പ്രധാന കഥാപാത്രങ്ങൾ. പ്രേമലേഖനം ബഷീറിന്റെ ആദ്യ കൃതിയാണ് പ്രേമലേഖനം. കേശവൻ നായരും സാറാമ്മയുമാണ് പ്രേമലേഖനത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. ശബ്ദങ്ങൾ ഒരു യുവസൈനികനും കഥാകൃത്തായിട്ടുള്ള ബഷീറുമാണ് ഈ കൃതിയിലെ പ്രധാന കഥാപാത്രങ്ങൾ. മുച്ചീട്ടുകളിക്കാരന്റെ മകൾ ഒറ്റക്കണ്ണൻ പോക്കർ അദ്ദേഹമാണ് മുച്ചീട്ടുകളിക്കാരൻ. സൈനബയാണ് ഒറ്റക്കണ്ണൻ പോക്കറിന്റെ മകൾ. ഒറ്റക്കണ്ണൻ പോക്കറും സൈനബയുമാണ് മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രങ്ങൾ. മടിയൻ മുത്തപ്പ, പൊൻകുരിശ് തോമ, എട്ടുകാലി മമ്മൂൻ, ആനവാരി രാമൻ നായർ എന്നിവരെല്ലാം ഈ കൃതിയിലെ മറ്റു കഥാപാത്രങ്ങളാണ്. വിശ്വവിഖ്യാതമായ മൂക്ക് മൂക്ക് കഥാപാത്രമാകുന്ന ബഷീറിന്റെ കൃതി ആണ് വിശ്വവിഖ്യാതമായ മൂക്ക്. മൂക്ക് വളർന്നൊരു മനുഷ്യൻ അഥവാ മൂക്കനാണ് ഈ കൃതിയിലെ പ്രധാന കഥാപാത്രം. ജന്മദിനം എന്ന കൃതിയുടെ കഥാകൃത്തായിട്ടുള്ള ബഷീറും ബഷീറിന്റെ ഭാര്യ ഫാബി ബഷീറും ബഷീറിന്റെ മക്കളായിട്ടുള്ള ഷാഹിന, അനീസ് എന്നിവരുമാണ് ജന്മദിനം എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രങ്ങൾ. അനർഘനിമിഷം ബഷീറിന്റെ അനർഘനിമിഷം എന്ന കൃതിയിൽ പ്രത്യേകമായി പ്രധാന കഥാപാത്രങ്ങളില്ല. എന്നിരുന്നാലും പ്രധാന കഥാപാത്രമായി കാണുന്നത് കഥാകൃത്തായിട്ടുള്ള ബഷീറും സമൂഹത്തിലെ ചില വ്യക്തികളുമാണ്. ഭാർഗവീനിലയം മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ സിനിമയാക്കിയ നോവലാണ് ഭാർഗവീനിലയം. ഭാർഗവിയും എഴുത്തുകാരനായിട്ടുള്ള ബഷീറുമാണ് ഭാർഗവീനിലയം എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രങ്ങൾ. അടുത്തത് നിങ്ങൾക്കായൊരു ബോണസ് ചോദ്യമാണ്. ചോദ്യം ഇതാണ്: പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നറിയപ്പെടുന്ന ബഷീർ കൃതി ഏതാണ്? ഉത്തരം അറിയുന്നവർ കമന്റായി രേഖപ്പെടുത്തുക. ഇനിയും കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.